അന്വേഷണം തുടങ്ങി. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ആകാശ് തെലങ്കേരിക്കെതിരെ മുഴക്കുന്ന് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചത്. വയനാട് ജില്ലയിലെ ആകാശ് തെലങ്കേരിയുടെ സാന്നിധ്യമാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി ആകാശും കൂട്ടാളികളും വയനാട്ടിലുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. വിനോദയാത്രയ്ക്കാണ് ആകാശ് നാട്ടിലെത്തിയതെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിച്ചു വരുന്നത്. പലതരം പോലീസിൽ നിന്നാണ് മുഴക്കുന്ന് പോലീസ് ഇക്കാര്യത്തിൽ പ്രാഥമിക നിഗമനങ്ങൾ തേടുന്നത്. കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ആകാശ് തെലങ്കേരിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ആകാശിന്റെയും കൂട്ടാളികളുടെയും സാന്നിധ്യം സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധമുള്ളതാണ് എന്ന കാര്യമാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. എടയന്നൂർ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതി കൂടിയായ ആകാശ് തെലങ്കേരി ഓടിച്ച തുറന്ന ജീപ്പിൽ ഒട്ടേറെ ക്രമക്കേടുകളുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ആകാശ് തെലങ്കേരി ഓടിച്ച ജീപ്പ് അടിപൊളി വ്യാജനാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആകാശ് സഞ്ചരിച്ച തുറന്ന ജീപ്പ് പൂർണ്ണമായും റീഅസംബിൾ ചെയ്തെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് വണ്ടിയുടെ രജിസ്ട്രേഷൻ സ്ഥിരമായി റദ്ദാക്കാൻ മലപ്പുറം ആർടിഒയ്ക്ക് വയനാട് എൻഫോഴ്സ്മെന്റ് ആർടിഒ ശുപാർശ ചെയ്തു. ആകാശ് തെലങ്കേരി ഓടിച്ച വാഹനം രൂപമാറ്റം വരുത്താൻ ഉപയോഗിച്ച ടയറുകൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് പിടിച്ചെടുത്തിരുന്നു. ആകാശ് തെലങ്കേരിയുടെ സുഹൃത്ത് ഷൈജലിന്റെ വീട്ടിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. രൂപമാറ്റം വരുത്തിയത് നേരെയാക്കിയായിരുന്നു വാഹനം ഷൈജൽ പനമരം സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നത്. അതേസമയം ചട്ടവിരുദ്ധമായി വാഹനങ്ങളിൽ രൂപവ്യത്യാസം വരുത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ശനിയാഴ്ച വീണ്ടും പരിഗണിക്കും. വയനാട്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പ് പൊതുനിരത്തിൽ ഓടിച്ച ക്രിമിനൽ കേസ് പ്രതി ആകാശ് തെലങ്കേരിക്കെതിരെ സ്വീകരിച്ച നടപടികൾ ചിത്രങ്ങൾ സഹിതം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. IAS, IPS ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചട്ടങ്ങൾ ലംഘിച്ച് ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കുന്നതും തടയണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ ആകാശ് എന്തിനാണ് വയനാട്ടിൽ പോയതെന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയ ബന്ധമുള്ള ആകാശ് തെലങ്കേരി കാപ്പ കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇതിനുശേഷം ഹൈക്കോടതിയിൽ ജാമ്യം തേടിയ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തെലങ്കേരിയുടെ നിയമലംഘന യാത്രക്കെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫസീം മജീദിന്റെ മട്ടന്നൂരിലെ വീടിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മട്ടന്നൂർ വെളിയാമ്പറമ്പിലെ വീട്ടിലാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയത്. നൈറ്റ് പെട്രോളിംഗും വീട്ടിൽ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫസീമിനെതിരെ ഭീഷണിയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിനെ തുടർന്നാണ് വീടിന് കാവൽ ഏർപ്പെടുത്തിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ ഉത്തരവിനെ തുടർന്നാണ് വയനാട് ആർടിഒയ്ക്കാണ് പലതരത്തിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ യാത്ര നടത്തിയത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിന് ഫസീൻ ആകാശിനെതിരെ പരാതി നൽകിയത്.